സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് ലൈംഗികച്ചുവയോടെ സംസാരിക്കുന്നതും ലൈംഗികാതിക്രമം. കേരള ഹൈക്കോടതി. സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്നത് ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരുമെന്ന് കേരള ഹൈക്കോടതി. സഹപ്രവർത്തക നൽകിയ ലൈംഗികാതിക്ര പരാതി റദ്ദാക്കണമെന്ന പ്രതിയുടെ അപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. KSEBയിൽ ഉദ്യോഗസ്ഥനായിരുന്ന R. രാമചന്ദ്രൻ നായരുടെ ഹർജിയാണ് കോടതി തള്ളിയത്. ശരീരഘടന മികച്ചതാണെന്ന് പറയുകയും ഫോണിൽ ലൈംഗികച്ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചതിനുമായിരുന്നു ലൈംഗികാതിക്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി R. രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ എക്സ് സെക്ഷൻ 354A 1F 509, സെക്ഷൻ 120, സെക്ഷൻ 120 എന്നീ വകുപ്പുകൾ ചുമത്തി 2017 ആലുവ പോലീസ് KSEB ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തത്. മികച്ച ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ ലൈംഗികച്ചുവയില്ലെന്നും അതിനാൽ കേസ് റദ്ദാക്കണമെന്നുമായിരുന്നു പ്രതിയുടെ വാദം. എന്നാൽ ആവശ്യം ജസ്റ്റിസ് A. ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ച് തള്ളുകയും പ്രോസിക്യൂഷന്റെ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നുവെന്നും വ്യക്തമാക്കി. ഏത് പുരുഷനും ഒരു സ്ത്രീയോട് ലൈംഗികച്ചുവയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരും, കോടതി പറഞ്ഞു. കേസിൽ ആരോപിക്കപ്പെടുന്ന ലൈംഗികച്ചുവയുള്ള പരാമർശങ്ങൾ അബിസിയുടെ 354A 1F വകുപ്പിന് കീഴിൽ വരും. അതുപോലെ ഹർജിക്കാരന്റെ ആവർത്തിച്ചുള്ള സന്ദേശങ്ങൾ KB ആക്ടിന്റെ സെക്ഷൻ 120O പ്രകാരവും നിയമവിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിക്കെതിരായ ക്രിമിനൽ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ കോടതി കേസുമായി മുന്നോട്ടു പോകാൻ അധികാരപരിധിയിലുള്ള മജിസ്ട്രേറ്റിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രതിയുടെ ആവശ്യത്തിനെതിരെ പരാതിക്കാരിയും കോടതിയിൽ ശക്തമായ വാദമുന്നയിച്ചിരുന്നു. മുൻപും തനിക്കെതിരെ സമാനമായ പ്രവൃത്തി ഹർജിക്കാരന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി. KSEB വിജിലൻസ് ഓഫീസർക്കടക്കം പരാതി നൽകിയിട്ടും മോശമായ പെരുമാറ്റം തുടർന്നു. നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടും മറ്റ് നമ്പറുകളിൽ നിന്ന് ലൈംഗികച്ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് തുടർന്നുവെന്നും പരാതിക്കാരി കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധിച്ച തെളിവുകളും അവർ കോടതിയിൽ ഹാജരാക്കി. 2017 മാർച്ച് 31 ജോലി സമയത്ത് പ്രതി തന്റെ ശരീരഘടനയെക്കുറിച്ച് ലൈംഗിക ഉദ്ദേശത്തോടെ അഭിപ്രായപ്പെട്ടുവെന്നാണ് KSEBയിലെ സീനിയർ അസിസ്റ്റന്റ് കൂടിയായ സ്ത്രീയുടെ പരാതി. 2017 ജൂൺ 15, 17, 20 തീയതികളിൽ ഇതോ പ്രതി മൊബൈൽ ഫോണിലേക്ക് അശ്ലീലമായ സന്ദേശങ്ങൾ അയച്ചുവെന്നും FIRൽ പറയുന്നുണ്ട്. 2013 മുതൽ പ്രതിയുടെ ഭാഗത്തുനിന്നും സമാനമായ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടെന്നും KSEB അധികൃതർക്കും പോലീസിനും നിരവധി പരാതികൾ നൽകിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെന്നും സ്ത്രീ ആരോപിക്കുന്നുണ്ട്.